ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ റീന. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് നല്ല ടേസ്റ്റി ആൻഡ് സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ. എന്താണ് മഷ്റൂം മഞ്ചൂരിയൻ. അപ്പോൾ ഞാനിന്ന് നല്ലൊരു മഷ്റൂം മഞ്ചൂരിയൻ്റെ റെസിപ്പി ആയിട്ടാണ് നിങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ട് മഷ്റൂം വെച്ചാൽ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കുക. അതല്ല നിങ്ങൾക്ക് പുറത്തുനിന്ന് വാങ്ങിക്കുന്നതാണെങ്കിലും നമുക്ക് ഇതേ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് മഷ്റൂം മഞ്ചൂരിയൻ ഉണ്ടാക്കുന്നതിൻ്റെ ഇൻഗ്രീഡിയൻസ്, അതുപോലെ വളരെ സിമ്പിളായിട്ട് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് നിങ്ങൾക്ക് മുന്നിലെത്തുന്നത്. അപ്പോൾ നമുക്ക് വേഗം പാചകത്തിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് സ്റ്റൗ കത്തിച്ചിട്ട് ഒരു പാൻ അടുപ്പത്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഞാനത് മുൻകൂട്ടിയിട്ട് തന്നെ മഞ്ഞൾപ്പൊടി അല്പം, പിന്നെ അതുപോലെ തന്നെ കുരുമുളക് പൊടിയും, 1 ടീസ്പൂണ് കോൺഫ്ലവർ, പിന്നെ കുറച്ച് മുളക് പൊടി, ഉപ്പും മിക്സ് ആക്കി വെച്ചിട്ടുള്ള നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള കൂണാണ് കേട്ടോ. നമ്മൾ പുറത്തുനിന്ന് കടയിൽ നിന്ന് വാങ്ങിയതല്ല, ഇത് നമ്മളെ ചിപ്പിക്കൂൺ തന്നെയാണ്. നിങ്ങൾക്ക് പുറത്തുനിന്ന് കടയിൽ നിന്ന് വാങ്ങുന്ന കൂൺ വെച്ചിട്ടും ഇങ്ങനെ മഞ്ചൂരിയൻ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ എണ്ണയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഡ്രൈ ആയിട്ട് ഫ്രൈ ചെയ്യരുത് കേട്ടോ. ഒരു മീഡിയം എന്ന് വെച്ചാൽ ഒരു കുഴഞ്ഞ ടൈപ്പിൽ തന്നെ അതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഞാനിതൊന്ന് എല്ലാം കൂടി ഒന്ന് ഒറ്റ ട്രിപ്പിൽ തന്നെ ഉള്ളതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. നന്നായിട്ട് മുരിഞ്ഞ രീതിയിൽ ഫ്രൈ ആക്കരുത്, ഒരു മീഡിയം ലെവലിൽ ഫ്രൈ ആക്കാൻ പാടുള്ളൂ. നമുക്ക് അതേ ഫ്രൈയിങ് പാനിൽ തന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് കുറച്ച് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ആ ഫ്രൈയിങ് പാനിൽ നിന്ന് കുറച്ച് ഓയിൽ ഞാൻ മാറ്റി വെച്ചു. നമുക്കിപ്പോൾ കറിക്ക് ആവശ്യമുള്ള ഓയിൽ മാത്രമേ കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഇതിലിട്ടിട്ടൊന്ന് നമുക്ക് വാട്ടിയെടുക്കുക. അത് കഴിയുമ്പോൾ നമുക്ക് വലിയ ഉള്ളി ഉണ്ടല്ലോ, വലിയ ഉള്ളി ഒരു സ്ക്വയറിൽ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതൊന്നും നമുക്ക് വലിയ ഉള്ളിയൊന്നും ഓവർ കുക്കാവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി. അപ്പോൾ അതൊന്ന് ഉള്ളി ഇട്ടതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് മിക്സാക്കി കൊടുക്കുക കേട്ടോ. പിന്നെ ഞാനതിൽ എന്താ പറയുക, സോസ്, നമ്മൾ ടൊമാറ്റോ സോസ് ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ അതിന് പകരം നമ്മൾ തക്കാളി അടിച്ച് നേരിട്ട് തന്നെയാണ് ചേർക്കുന്നത്. നമുക്ക് ചേർക്കുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഞാനിതൊന്ന് നന്നായിട്ട് അതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് വാടി കിട്ടിയാൽ മതി, ഒരുപാട് മുരിഞ്ഞ രീതിയിലൊന്നും ഉള്ളി ആവേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി എൻ്റെ അടുത്ത് മല്ലിയുടെ തണ്ടുണ്ട് കേട്ടോ, ഇലയല്ല തണ്ട് ഞാൻ കട്ട് ചെയ്തിട്ട് ഇതുപോലെ പീസസ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കും. നമുക്ക് നന്നായിട്ടതൊന്ന് ഇളക്കി മിക്സ് ആക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞത് തക്കാളി നന്നായിട്ട് അടിച്ചിട്ട് വെച്ചതുണ്ട്. ഒരു 2 തക്കാളിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് മിക്സിയിലൊന്ന് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക്, ഞാൻ പറഞ്ഞില്ല, ഇതിൽ ഞാൻ ടൊമാറ്റോ സോസ് ഉപയോഗിക്കുന്നില്ല. തക്കാളി നേരിട്ടിട്ട് അടിച്ച് ചേർത്തിട്ട് നമ്മൾ സോസ് പോലെ തന്നെയാണ് ടേസ്റ്റൊക്കെ വരിക കേട്ടോ. ഇനി നമുക്കതിലേക്ക് 1 ടീസ്പൂണോ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂണോ പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ. പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് സോസിലൊക്കെ നമ്മൾ പഞ്ചസാര ചേർക്കുന്നതാണല്ലോ. അപ്പോൾ ആ ഒരു ടേസ്റ്റും കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 1 ടീസ്പൂണ് അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂണ് കേട്ടോ. അത് നമുക്ക് ആ ഒരു ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതൊന്ന് നന്നായിട്ട് ഒന്ന് വറ്റി ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് വന്നോട്ടെ കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് വേണ്ടത്, വെള്ളമൊക്കെ അതാ നന്നായിട്ട് വലിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് 1 ടീസ്പൂണ് വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വിനാഗിരി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കും. ഇനി ഞാനിതിലേക്ക് ഒരു പച്ചമുളക് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട്, ഇതിലേക്ക് തക്കാളിയുടെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക കേട്ടോ. ആ ഒരു തക്കാളിയുടെ ആ പച്ചപ്പൊക്കെ ഒന്ന് പോയിട്ട് ഒരു സോസിൻ്റെ അതേ രീതിയിലെത്തും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിക്കുക കേട്ടോ. നമുക്കിനി ഇതിൽ കോൺഫ്ലവർ ചേർക്കേണ്ട ഒരു ടൈമുണ്ട്. അപ്പോൾ നമ്മൾ തക്കാളി അടിച്ച് വെച്ചുള്ള മിക്സിയുടെ ജാറിൽ തന്നെ ആ വെള്ളം കൂട്ടി തന്നെ നമുക്ക് ഇത് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനിതിലേക്ക് 1 ടീസ്പൂണോ അല്ലെങ്കിൽ 1.5 ടീസ്പൂണോ കോൺഫ്ലവർ ആ വെള്ളത്തിൽ തന്നെ നന്നായിട്ട് കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കതൊന്നും കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. ആ കോൺഫ്ലവറൊക്കെ ഒന്ന് നന്നായിട്ട് ഒന്ന് വറ്റി ആ ഉള്ളിയുടെ ഇതിലൊക്കെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ അതൊന്ന് നന്നായിട്ട് വരണ്ട് വരുന്ന സമയത്ത് നമുക്ക് തീ കുറച്ച് വെച്ചോളൂ കേട്ടോ. നമുക്ക് അതിൽ സോയാ സോസ് ഉണ്ട്, സോയാ സോസ് ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഒരുപാടൊന്നും ചേർക്കണ്ട, നമുക്ക് ഒരു കുറഞ്ഞ അളവിൽ ചേർത്ത് കൊടുത്താൽ മതി. അത് 1 ടീസ്പൂണ് സോയാ സോസ് ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കത് ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം. ഈ സമയത്ത് തീ നന്നായിട്ട് കുറച്ച് വയ്ക്കണേ. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത കൂണില്ലേ, കൂണ് ഫ്രൈ ചെയ്തത്, ആ ഒരു മീഡിയം ഫ്രൈ ചെയ്ത കൂണിതിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ കൂണ് നന്നായിട്ട് ഒന്ന് ഇളക്കി ആ ഒരു ഉള്ളിയുടെ ഇതൊക്കെ ഇട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക്
വെള്ളം നിങ്ങൾക്ക് എത്രയാണോ കറിക്ക് അളവ് ലൂസ് ആ ഒരു തിക്നെസ് എത്രയാണോ ആവശ്യിച്ചാൽ അതിനനുസരിച്ചുള്ള വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ചില ആൾക്കാർക്ക് കൂടുതൽ ലൂസായിട്ടുള്ള കറിയായിരിക്കും, ചിലർക്ക് തിക്കായിട്ടായിരിക്കും. അപ്പോൾ ഞാൻ എന്തായാലും 1 ഗ്ലാസ് വെള്ളം അല്ലെങ്കിൽ 1 കപ്പ് വെള്ളം ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കിയിട്ട് ഇത് ഒന്ന് തിളച്ച് വന്നോട്ടെ കേട്ടോ. അത് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ആ ഒരു കറക്റ്റ് ആ ഒരു തിക്നെസ് ആവുന്ന സമയത്ത് നമുക്കത് ഓഫ് ചെയ്തിടാം. അപ്പോൾ ഈ ഒരു മഷ്റൂം മഞ്ചൂരിയൻ എന്ന് പറഞ്ഞാൽ വളരെ ഈസിയാണ് കേട്ടോ. വളരെ ഈസി ആയിട്ടുള്ളൊരു കറിയാണ്. നമുക്ക് വീട്ടിൽ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ഒരു ടേസ്റ്റിലും അതേ ഒരു സ്റ്റൈലിലും നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം കേട്ടോ. നമുക്ക് വീട്ടിൽ കൂണ് കിട്ടുന്നുണ്ട് വെച്ചാൽ പിന്നെ കറിയും വേണ്ട, നമുക്ക് അതേപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതാ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു കറക്റ്റ് തിക്നെസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു കറക്റ്റ് തിക്നെസ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ ഒരു അല്പം മല്ലിയിലയും കൂടി തൂവി കൊടുത്തിട്ട് ഈ സ്റ്റവ് ഓഫ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല ടേസ്റ്റാണ് കേട്ടോ മഷ്റൂമിൻ്റെ മഞ്ചൂരിയൻ. അപ്പോൾ ഞാനിതിൻ്റെ കൂടെ സൈഡായിട്ട് ഉണ്ടാക്കിയത് മഷ്റൂമിൻ്റെ തന്നെ ഒരു ഫ്രൈഡ് റൈസാണ്. അത് ഞാൻ ഇതിൻ്റെ തൊട്ട വീഡിയോ ആയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു അടിപൊളി റെസിപ്പി തന്നെയാണ് കേട്ടോ. നമുക്കിത് ഫ്രൈഡ് റൈസിൻ്റെ കൂടെയോ അല്ലാന്ന് വെച്ചാൽ ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെ എങ്ങനെ വേണമെങ്കിലും ഈ കറി ഉപയോഗിക്കുക കേട്ടോ. നല്ല ടേസ്റ്റി ആൻഡ് സിമ്പിളായിട്ടുള്ള മഷ്റൂം മഞ്ചൂരിയൻ റെഡിയായി. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന ആൾക്കാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതിൻ്റെ താഴെ കാണുന്നൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതൊന്ന് എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു റെസിപ്പി എന്താണ്? മഷ്റൂം ഫ്രൈഡ് റൈസാണ് കേട്ടോ. ആ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ആയിട്ട് നാം വീണ്ടും വരുന്നതാണ്.